CPM ഇന്ന് ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിൻ്റെതാണ് തീരുമാനം. മുകേഷ് രാജിവെക്കണമെന്ന കടുത്ത നിലപാടെടുത്ത CPI അവസാനം പിന്നാക്കം പോയിരിക്കുന്നു. മുകേഷ് രാജിവെക്കുന്നതാകും ഉചിതമെന്ന CPI നിലപാട് മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറിയെയും അറിയിക്കാൻ തീരുമാനിച്ചു. സദാചാര ആരോപണം ഉയർന്നതിന്റെ പേരിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ വരെ പുറത്താക്കിയ ചരിത്രമാണ് CPIMനുള്ളത്. എന്നാൽ അതേ പാർട്ടി ഇന്ന് മുകേഷിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വൈകുകയാണ്. മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നാണ് ഇന്ന് ചേർന്ന CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. ലൈംഗികാതിക്രമ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. എന്നാൽ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടെന്നാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് ധാരണയിലെത്തിയത്. ആരോപണത്തിന്റെ സത്യാവസ്ഥ തെളിയുന്നതിനു മുൻപ് MLA സ്ഥാനം രാജിവെക്കണമെന്നത് രാഷ്ട്രീയ പ്രേരിതമായ ആവശ്യമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. കോൺഗ്രസും BJPയും ഉന്നയിക്കുന്ന ഈ ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ല. എന്നാൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കും. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷിന്റെ രാജി ആവശ്യം വീണ്ടും ചർച്ചയാകും. ഇതിലാകും അന്തിമ തീരുമാനം. ഇതിനിടെ കടുത്ത അഭിപ്രായ ഭിന്നതയ്ക്കൊടുവിൽ മുകേഷ് രാജിവെക്കുന്നതാകും ഉചിതമെന്ന് CPI നിലപാടെടുത്തു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന നേതാക്കളായ ആനി രാജയും പ്രകാശ് ബാബുവും ആവശ്യപ്പെട്ടിരുന്നു. ഒരു മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മുന്നണിയുടെ ഗവൺമെന്റിനെയും ഒരു പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് മുകേഷ് പോകാൻ പാടില്ല. അത് യുക്തമായ നിലയിൽ മുകേഷ് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. CPIയുടെ നിലപാട് തിരുത്തി ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ രാവിലെ തന്നെ രംഗത്തെത്തി. നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 MLAമാർ രാജിവെക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ MLAമാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ MLAമാർക്കും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. സെക്രട്ടറിയോട് ആലോചിക്കാതെ ആനി രാജ അജണ്ട നിശ്ചയിക്കുന്ന നീക്കത്തിൽ ബിനോയ് വിശ്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. മുന്നണിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പാർട്ടി കമ്മിറ്റി ചേർന്ന് വേണം തീരുമാനവും നിലപാടും എടുക്കേണ്ടതെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ പാർട്ടി ഗൗരവമുള്ള കാര്യങ്ങളിൽ കമ്മിറ്റി കൂടി ആലോചിക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നാലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷവും മുകേഷ് രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇത് കടുത്ത ആവശ്യമായി ഉന്നയിക്കേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുകേഷ് രാജിവെക്കണമെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നിട്ടും പരസ്യമാക്കേണ്ടെന്ന നിലപാടാണ് ബിനോയ് വിശ്വം എടുത്തത്. മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറിയെയും ബിനോയ് വിശ്വം നേരിൽ കണ്ട് നിലപാടറിയിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. ഇതിനിടെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് ആവർത്തിക്കുന്ന സർക്കാരിന് മുകേഷിനെതിരായ പരാതികൾ വലിയ തിരിച്ചടിയാണ്. അറസ്റ്റ് കോടതി തടഞ്ഞത് ചൂണ്ടിക്കാട്ടി തൽക്കാലം പിടിച്ചു നിൽക്കാമെങ്കിലും ആ പ്രതിസന്ധി പൂർണ്ണമായി ഒഴിയുന്നില്ല. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇപ്പോൾ രാജി വേണ്ട എന്നൊരു നിലപാടിലേക്ക് CPIM എത്തുന്നുണ്ട്. കോടതിയുടെ തീരുമാനം കൂടി ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ആ തീരുമാനവുമായി മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കും തീരുമാനമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നാളെ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്, മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. CPIMൽ നടക്കുന്ന ചർച്ചകൾ അതേത് തരത്തിലാണ്? ഒപ്പം തന്നെ CPIയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രണ്ടഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം, EP ജയരാജൻ ഇന്നുയർത്തിയ പ്രതിരോധം, ഇതിനൊക്കെ എങ്ങനെയാണ് കാണേണ്ടത് VA ഗിരീഷ്? റേജിത്ത, കോടതിയുടെ ഉത്തരവോടെ ഒരു താൽക്കാലിക ആശ്വാസം മുകേഷിനും CPIMനും ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി, ഇത്തരം കേസിൽ അകപ്പെട്ട ഒരാൾ, പ്രതിയായ ഒരാൾ MLA സ്ഥാനം രാജിവെക്കാത്തതിൻ്റെ കാരണം CPIM ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് CPIMന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. കാരണം ഒരു CPIMനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന് അവർ നൽകുന്ന ചില പ്രാധാന്യങ്ങളുണ്ട്. മറ്റ് പാർട്ടികളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവർ രാജിവെച്ചില്ലല്ലോ, അല്ലെങ്കിൽ കോൺഗ്രസിലെ ആരോപണ വിധേയരായിട്ടുള്ള MLAമാർ രാജിവെച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് CPIMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇതാണ് CPI നേരത്തെ മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ധാർമ്മികമായ ഒരു പ്രശ്നം CPIM എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നാളെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതോടൊപ്പം തന്നെ CPIM സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാവുകയും ചെയ്യും. ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്ന അല്ലെങ്കിൽ കോടതി ഉത്തരവ് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുകേഷ് തൽക്കാലം VA ഗിരീഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു.